الله وبركاته. الحمد لله نشر بقدرته البشر وصرف بحكمته وقدر وابتعث محمدا صلى الله عليه وسلم إلى كافة أهل البدو والحضر فأباح وحرم وأجاز وحضر فابتلاه في بداية النبوة بمداراة من كفر فدخل دار الأرقم واختفى واستتر إلى أن أعز الله الإسلام بأبي بكر وعمر فصلوات ربي وسلامه عليه وعلى ميامين أصحابه الغرر ما هطلت الغمائم بتحت المطر وما هدلت الحمائم على أفنان الشجر وسلم تسليما كثيرا على سيد البشر روحي فداء لمن أخلاقه شهدت لأنه أفضل مخلوق من البشر عمت فضائله كل البلاد كما عم البرية ضوء الشمس والقمر اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وآله وصحبه أجمعين. സഹോദരന്മാരെ, സ്നേഹ സമ്പന്നരായ സഹൃദയരെ, നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായൊരു വിഷയമാണ് ഇവിടെ പഠന വിധേയമാക്കുന്നത്. ഞാൻ ഈ ഒരു വിഷയം ചരിത്രത്തിൻ്റെ ചില താളുകൾ മറിച്ച് ചില സംഭവങ്ങളിൽ ഉദ്ധരിച്ച് നമുക്കൊക്കെ ഒരു പാഠമാകുവാൻ, മനസ്സിൽ ഓർത്തു വെക്കുവാൻ ഇൻഷാ അല്ലാഹ് ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ചരിത്രങ്ങൾ ബിഇദ്നില്ലാഹ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികൾ: അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, സഅദുൻ, സഈദുൻ, ത്വൽഹത്തു, അസ്സുബൈർ, അബൂ ഉബൈദത്ത, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. ഇവരാണ് 10 പേർ. ഇവരുടെ ചരിത്രം വായിക്കുമ്പോൾ ഇവർ ഇസ്ലാം ആശ്ലേഷിച്ച തീയതികൾ, അവരുടെ എത്രാം വയസ്സിൽ അവർ ഇസ്ലാം ആശ്ലേഷിച്ചു എന്നുള്ളത്, ഇവരുടെ ജീവിതത്തിലെ പല സംഭവങ്ങളും അതേപോലെ ഇവരുടെ ജീവിതത്തിലെ ഇവരുടെ മരണവും ഒക്കെ നോക്കി ചരിത്രത്തിൽ കൂറിയിട്ടുണ്ട്. ഇവരുടെ ഇസ്ലാം ആശ്ലേഷിച്ച പ്രായം, ആ പ്രായം നമ്മൾ ഓർക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ അവരുടെ പുരുഷായുസിൻ്റെ ഏതൊരു സന്ദർഭത്തിലാണ് ഈ സത്യദീനിലേക്ക് ആകൃഷ്ടരായത്, അവർ ഇതിൽ അവലംബികളായത് എന്നുള്ളത് പിന്നീട് അവരുടെ ഈ ദീനിലുള്ള വിശ്വാസം, കർമ്മം, അവരുടെ
സേവനങ്ങൾ, ഇതൊക്കെ അവരുടെ ആ പുരുഷായുസിൻ്റെ ഏതൊരു ഘട്ടത്തിൽ ഉണ്ടായി, മാതൃകയായി. ഇവർ അൽ അഷറത്തുൽ മുബശ്ശറയാണ്. അൽ അഷറത്തുൽ മുബശ്ശറത്തു ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേർ. ആ ഒരു പ്രായത്തിൽ ഇവർക്ക് ഈ സ്വർഗീയ സുവിശേഷം അറിയിക്കപ്പെടാൻ അവരുടെ കർമ്മവും ധർമ്മവും അത് എന്ത് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒരുപാട് നമ്മളൊക്കെ ആ പ്രായം വിട്ട് കിടന്നവരായിരിക്കും, അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ളവരായിരിക്കും. വളരെ കുറവായിരിക്കും നമ്മളിലൊക്കെ ആ പ്രായത്തോളം ഉള്ളവർ. നമ്മളൊക്കെ എവിടെ, നമ്മളൊക്കെ എന്ത്? അവർ സുവിശേഷം അറിയിക്കപ്പെട്ടു സ്വർഗത്തിലേക്ക്. ആ സ്വർഗത്തിലേക്ക് അവർ ലക്ഷ്യമാക്കി പാറി. നമ്മൾ അവരുടെ പിന്നാലെ അവിടം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അവരുടെ പിന്നാലെ നമ്മൾ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ അർഹരും യോഗ്യരും ആണോ? നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ആദർശം, നമ്മളുടെ സേവനം, നമ്മളുടെ അധ്വാനം, നമ്മളുടെ ആരാധനകളും നിഷ്ഠകളും, ഇതൊക്കെ നമ്മൾ തീർച്ചയായും ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത് അവിടുത്തെ 37ാമത്തെ വയസ്സിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് 61 വയസ്സാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇസ്ലാം മാസലേഷണം അവിടുത്തെ 37ാമത്തെ വയസ്സിലാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് ആഗതമാകുന്നത് അദ്ദേഹത്തിൻ്റെ 28ാമത്തെ വയസ്സിൽ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ 20ാമത്തെ വയസ്സിൽ. അലി അബു സിബ്തൈൻ അദ്ദേഹത്തിൻ്റെ 8ാമത്തെ വയസ്സിൽ. പിന്നെ സഅദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ 19ാമത്തെ വയസ്സിൽ. സഈദ് ഇബ്നു സെയ്ദ് 17ാമത്തെ വയസ്സിൽ. തൽഹത്ത് ബിൻ ഉബൈദില്ല 11ാമത്തെ വയസ്സിൽ. അസ്സുബൈർ ബിനുൽ അവ്വാം 19 അല്ലെങ്കിൽ 16 വയസ്സിൽ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു 27ാമത്തെ വയസ്സിൽ. അബൂ ഉബൈദ ആമിർ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ 30ാമത്തെ വയസ്സിൽ. ഇസ്ലാമിലേക്ക് വരുമ്പോൾ അവരുടെ പ്രായമാണ്. ഇതാണ് അൽ അശറത്തുൽ മുബശ്ശറ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്തപ്പെട്ട 10 സഹാബികൾ. അവർ തിരുസവിധത്തിൽ വന്ന് ഇസ്ലാം ആശ്ലേഷിക്കുമ്പോൾ അവരുടെ പ്രായം ഇങ്ങനെയാണ് ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടത്. അതിലേറ്റവും പ്രായം കൂടിയ ആൾ ആരാപ്പ പറഞ്ഞതിൽ ഏറ്റവും പ്രായം കൂടിയ ആൾ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ 37ാമത്തെ വയസ്സെന്ന് പറഞ്ഞാൽ യൗവനത്തിൻ്റെ ആ തികവിൽ ഹത്ത ഇദാ ബലഗ അശുദ്ധഹു വ ബലഗ 40 ആമൻ എന്നല്ലേ, 40 സന. ഒരാളുടെ പൗരുഷം അത് നിറഞ്ഞ് ബുദ്ധി വികാസം കൊണ്ട് ആ യൗവനത്തിൻ്റെ തികവും മികവും 40ലാണ്. അബൂബക്കർ റളിയല്ലാഹു 37ാമത്തെ വയസ്സിലാണ്. അലി അതിൽ 8ാം വയസ്സിൽ. അലി റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഇസ്ലാം ആശ്രയിച്ചിട്ട് പിന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങൾ ഇസ്ലാമിലുള്ളത് വായിക്കുന്നതൊക്കെയും ഈ 8 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. അദ്ദേഹം സ്വന്തത്തെ സമർപ്പിച്ചു. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വധിക്കപ്പെടാൻ ശത്രുക്കൾ നിശ്ചയിച്ച അതേ കിടക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് വളഞ്ഞ് ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
ഒന്നിച്ചുകൂടി വധിക്കാൻ വേണ്ടി തീരുമാനിച്ച സന്ദർഭത്തിൽ തൻ്റെ വിരിപ്പിൽ കടത്തി പുതപ്പിട്ട് മൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രായിക്ക് രാമാനം ഹിജറ പുറപ്പെട്ടു, വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. പുറപ്പെട്ടത് ആര് എന്നുള്ളത് ശത്രുക്കൾക്ക് അറിയില്ല. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാവരും എല്ലാ ഗോത്രത്തിൽ നിന്നുമുള്ള യുവാക്കളാണ്, കരുത്തരാണ്, വ്യത്യസ്ത ഗോത്രക്കാരാണ്. അവരങ്ങനെ ചെയ്തത് ബനു ഹാഷിമിന് ഇവർ വധിച്ചിട്ടുണ്ടെങ്കിൽ പ്രതിക്രിയ ചെയ്യാൻ അല്ലെങ്കിൽ തിരിച്ച് എതിരിടാൻ കഴിയാത്ത വിധം എല്ലാ ഗോത്രത്തിൽ നിന്നുള്ള ആളുകളെയാണ്, യുവാക്കളെയാണ് നിർത്തിയത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തു പോയത് അറിയില്ല ശത്രുക്കൾക്ക്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരിപ്പിൽ ഒരാൾ പുതച്ച് കിടക്കുന്നുണ്ട്. അയാൾ ഓങ്ങിയിട്ടാണ് അവരൊക്കെ വാൾ ഉയർത്തി നിൽക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ആ വിരിപ്പിൽ കിടന്നത് ആരാ? ശത്രുവിൻ്റെ വാളിന് ഇരയാവുകയാണ് എങ്കിൽ അത് ഏൽക്കാൻ കിടന്നത് ആരാ? അത് അലി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം എത്രാമത്തെ പ്രായത്തിലായിരിക്കും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 53-ാമത്തെ വയസ്സിൽ ഹിജ്റയുടെ 13-ലല്ലേ, നുബൂവത്തിൻ്റെ 13-ലല്ലേ ഹിജ്റ, നുബൂവത്തിൻ്റെ 13-ൽ. അപ്പോൾ അതിലേക്ക് അപ്പോൾ വയസ്സ് എത്രയായിരിക്കും? യൗവനത്തിലേക്ക് കാലൂന്നിയ അലിയാണ്. അൽ അശറത്തുൽ മുബശ്ശറയിൽ ഏറ്റവും ചെറിയ ആളെ കുറിച്ച് നമ്മളിവിടെ പറയുന്നത്. പ്രായത്തിൽ ചെറിയ ആൾ, അല്ലാതെ ആദർശത്തിലും മനോവീര്യത്തിലും ധിഷണയിലും കരുത്തിലും അല്ല. അല്ലേ? അനല്ലദീ സമ്മത്നി ഉമ്മി ഹൈദറ കലൈസി ഗാബാത്തിൽ കരീഹിൽ മൻദറ എന്ന് പാടിയ ആളാണ് ഇയാൾ. ഖൈബർ യുദ്ധത്തിൽ അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെയാണ് പതാക നൽകി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിൻ്റെ സൈന്യത്തെ നയിക്കാൻ നിയോഗിക്കുന്നത്. ഖൈബറിൽ ആ സൈന്യത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. ആ സൈന്യത്തിൽ അബൂബക്കർ, ഉമർ, ഉസ്മാൻ ഇവരൊക്കെ ഉണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിൻ്റെ തലേന്നാൾ പറഞ്ഞു, നാളെ ഞാൻ ഖൈബറിൻ്റെ യുദ്ധം നയിക്കാനുള്ള കൊടി ഒരാളെ ഏൽപ്പിക്കും. റജുലൻ യുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു യുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു വയുഹിബ്ബുല്ലാഹ വറസൂലുഹു. അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും ഇഷ്ടപ്പെടുന്ന, അള്ളാഹിനെയും അള്ളാഹിൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാണ് നാളെ ഞാൻ കൊടി നൽകാമെന്ന് പറഞ്ഞത്. തലേന്ന് രാത്രി മുഴുവൻ എല്ലാവരും ആ കൊടി തനിക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ട് അത് ആർക്ക് കിട്ടുമെന്ന ചർച്ചയിൽ രാത്രി കഴിച്ചു കൂട്ടി. പുലരുമ്പോൾ റസൂലുള്ളാഹി ചോദിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം അയിന അലി ഇബ്നു അബീ താലിബ് എന്നാണ്, എവിടെയാണ് അലി എന്നാണ്. അപ്പോൾ അലി റളിയല്ലാഹു അദ്ദേഹത്തിൻ്റെ കണ്ണിനൊരു പ്രയാസം ഉണ്ടായിരുന്നു. അതിൽ വേവലാതിപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഉമിനീർ ആ കണ്ണിൽ ചേർത്തി രോഗ വിമുക്തി നേടി അള്ളാഹുവിൻ്റെ ഫضലിനാൽ അലി റളിയല്ലാഹു തആല അൻഹു പതാക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അലിയാരെ ഏൽപ്പിച്ചു. അതാണ് റജുലുൻ യുഹിബ്ബുല്ലാഹ വറസൂലഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു. എത്ര വയസ്സ്? ആരാ ഈ റജുൽ? വൃദ്ധനായി വടിയുത്തിയ ഒരാളാ. കുറേ കാലം നിസ്കരിച്ച് നോമ്പെടുത്ത് ദീനിൽ കഴിച്ചു കൂട്ടിയ ആളല്ല. പിന്നെയോ യൗവനത്തിൻ്റെ ആ തുടക്കത്തിൽ കഴിയുന്ന ആളാണ് അലി ഇബ്നു അബീ താലിബ്. അദ്ദേഹമാണ് അനല്ലദീ സമ്മത്നി ഉമ്മി ഹൈദറ, എൻ്റെ ഉമ്മ എനിക്ക് ഹൈദറ എന്ന് പേരിട്ടിട്ടുണ്ട്. ഹൈദർ കാരണം അലി റളിയല്ലാഹുവിനെ പ്രസവിക്കുമ്പോൾ ഉമ്മ, അലി റളിയല്ലാഹുവിൻ്റെ ഉമ്മാരാ? അലി റളിയല്ലാഹുവിൻ്റെ ഉമ്മ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബിൻത് അസദ് അലിയാരെ പ്രസവിക്കുമ്പോൾ വാപ്പ സ്ഥലത്തില്ല. ആരാ അലിയാരുടെ വാപ്പ? അബൂ താലിബ് സ്ഥലത്തില്ല. അപ്പോൾ പ്രസവിച്ച ഉടനെ ഉമ്മ എന്ത് ചെയ്ത് ഹൈദർ എന്ന് പേരിട്ട് പിന്നെയാണ് വാപ്പ വരുന്നത് അബൂ താലിബ്. അപ്പം ഉമ്മട്ട പേര് വാപ്പാക്ക് ഇഷ്ടമായില്ല.
അപ്പോൾ വാപ്പ എന്ത് ചെയ്ത് ഹൈദർ എന്നുള്ള പേര് മാറ്റിയിട്ട് അലി എന്ന് പേരിട്ട്. പക്ഷേ അലി റളിയല്ലാഹു തആല അൻഹു വലുതായപ്പോൾ ഇതറിഞ്ഞ് ഉമ്മ എനിക്ക് ഹൈദർ എന്ന് പേരിട്ട് അത് മാറ്റിയിട്ട് വാപ്പ അലി എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു അത് മനസ്സിൽ വെച്ച് ഖൈബറിൽ തൻ്റെ യൗവനത്തിൻ്റെ ഈ ഒരു നിറഞ്ഞ നാളിൽ അലി റളിയല്ലാഹു തആല അൻഹു ഖൈബർ കോട്ടയിൽ ജൂതരോട് എതിരാണ് നിൽക്കുമ്പോൾ പറയാണ് അനല്ലദീ സമ്മത്നി ഉമ്മി ഹൈദർ, എൻ്റെ ഉമ്മ എനിക്ക് ഹൈദർ എന്ന് പേരിട്ടുണ്ട്. അതാണ് പറയുന്നത് ഓർത്തിട്ട്. എന്നിട്ട് ഇത് അലി റളിയല്ലാഹു തആല അൻഹു ധീരധീരം സൈന്യത്തെ നയിച്ചത് ഖൈബർ കോട്ട വിജയിച്ചടക്കിയത്. ഞാൻ പറഞ്ഞത് അലിയാരുടെ ആ യൗവനത്തിൻ്റെ കഴിവ്, തികവ്. ബദറിൽ അലിയാർ എന്താ വീരപ്പുലി അലി വലിതോടുരപ്പടാന്ന് പറഞ്ഞല്ലേ, വീരപ്പുലി അലി നമ്മുടെ അലിയാണ്, അലി ബിൻ അബി താലിബ്. വലീദിനോട് ഉരപ്പടയാണ്. വലീദ് ഉണ്ടല്ലോ, വലീദ് ബിൻ ഉത്ബയോട് ബദറിൽ ദൊന്ന യുദ്ധത്തിൽ പോരടിച്ചതാരാ? അലി ബിൻ അബി താലിബാണ്. ബദർ ഹിജ്റയുടെ 2-ാം വർഷം. അലിയാർക്ക് എത്ര വയസ്സുണ്ടാവും? ഹംസ റളിയല്ലാഹു അൻഹു ഷൈബയോടും ഉബൈദത്ത് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഉത്ബയോടും അലി ഇബ്നു അബി താലിബ് വലീദിനോടും ദൊന്ന യുദ്ധത്തിൽ ഏറ്റുമുട്ടുമ്പോൾ ബദറിന്റെ തുടക്കത്തിൽ ഈ 3 പേരുടെയും ധീരതയാണ്. കാരണം ഉത്ബയും ഷൈബയും വലീദും ദൊന്ന യുദ്ധത്തിന് ഇറങ്ങിയിട്ട് മുസ്ലിമീങ്ങളെ വെല്ലുവിളിച്ചു. മുബാറസക്ക് ദൊന്ന യുദ്ധത്തിന് വെല്ലുവിളിച്ചു. അപ്പോൾ അൻസാരികളാണ് ഇറങ്ങിയത്. മുആദ്, മുഅവ്വദ്, ഔഫ് 3 പേരാണ് ഇറങ്ങിയത്. അവർ അൻസാരികളാണ്. അപ്പോൾ ഈ ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് ഇറങ്ങിയ ഇവർ ഉത്ബയും ഷൈബയും വലീദും അവർ നിസ്സാരപ്പെടുത്തി. ഞങ്ങൾക്ക് നിങ്ങളല്ലേ വേണ്ടത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ചോര അവിടെ ഉണ്ട്, ചോരകൾ വരട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേൽക്കാൻ പറഞ്ഞത്. ആരോടാ എഴുന്നേൽക്കാൻ പറഞ്ഞത്? ഹംസയോടും ഉബൈദത്തിനോടും അലിയാരോടും. എത്ര ചെറുപ്പത്തിൽ അലി എഴുന്നേറ്റ് ദൊന്ന യുദ്ധത്തിന്. ഉഹദിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അതിൽ മൊത്തത്തിൽ വിശ്വാസികളുടെ അവസ്ഥ ഒരു പരീക്ഷണാത്മകമായിരുന്നു. പക്ഷേ ഖന്തഖിൽ അലി വീണ്ടും തൻ്റെ ധീരത തെളിയിച്ചു, വ്യക്തിത്വം തെളിയിച്ചു. അലി അംർ ഇബ്നു അബ്ദിവുദ് എന്ന് പറയുന്ന ഖുറൈശികളുടെ മല്ലൻ, അരോഗ ദൃഢഗാത്രൻ, ഖന്തക്ക് കിടങ്ങി കീറിയാണ് ശത്രുക്കളെ പ്രതിരോധിച്ചത്. മദീനയിലേക്ക് ശത്രുവിൻ്റെ ആഗമനം നമുക്കറിയാലോ. കിടങ്ങി യുദ്ധം അതിൽ കിടങ്ങി കീറിയാണ്. 6 മീറ്ററോളം വീതിയിൽ കിടങ്ങാണ്, 3 മീറ്റർ താഴ്ചയിൽ. ശത്രുക്കൾക്ക് ഇങ്ങോട്ട് ചാടിക്കടക്കാൻ കഴിയാത്തത്ര വിധത്തിലായിരുന്നു കിടങ്ങ്. പക്ഷെ എന്നിട്ടും ചിലർ അത് വേദിച്ച് കിടന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് അംർ ഇബ്നു അബ്ദിവുദ് എന്ന് പറയുന്ന ഖുറൈശി കിങ്കരൻ, മല്ലൻ. എല്ലാവർക്കും അയാളെ പേടിയായിരുന്നു. അത്രമേൽ അരോഗദൃഢഗാത്രനായിരുന്നു ഈ ശത്രു. ഈ അംർ ഇബ്നു അബ്ദിവുദ്ദിനെ എതിരിടാൻ കിടങ്ങ് വളരെ കുറച്ചാളുകളെ ചാടിയിട്ടുള്ളൂ മറുകരയിലേക്ക്. പക്ഷെ അവരെ തുരത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലരെയാണ് നിയോഗിച്ചത്. അതിൽ അംർ ഇബ്നു അബ്ദിവുദ്ദിനെ എതിരിടാൻ നിയോഗിച്ചത് ആരാണ്? അലിയാണ് റളിയല്ലാഹു അൻഹു അംർ ഇബ്നു അബ്ദിവുദ്ദിനെ വധിച്ചത്. എത്ര കർമ്മോത്സുകത, സമർപ്പണ ബുദ്ധി, തൻ്റെ കഴിവും ശേഷിയും ഈ ഒരു ആദർശത്തിന് വേണ്ടി, ദീനിന് വേണ്ടി സമർപ്പിക്കുന്നതിലുള്ള സജീവ ശ്രദ്ധയും അതിനുവേണ്ട അധ്വാനവും. അത് ഞാനീ പറഞ്ഞത് ഈ അശറത്തുൽ മുബശ്ശറ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവരുടെ പ്രായം നമ്മൾ പറയുമ്പോൾ അതിലേറ്റവും പ്രായം കുറഞ്ഞ ആളായി ഇത് വായിക്കാൻ. പിന്നെ ആ 8 വയസ്സുകാരൻ പിന്നീട് ഇസ്ലാമിന് വേണ്ടി അലിയും ഫിൽ ജന്ന,
അലി സ്വർഗത്തിലാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലതവണ പറഞ്ഞില്ലേ? ഈ ദുനിയാവിൽ ഇങ്ങനെ ഒരു സുവിശേഷം അറിയിക്കപ്പെട്ട് പിന്നെ ജീവിക്കുന്ന ഒരു വ്യക്തി നോക്കൂ നിങ്ങൾ. തൻ്റെ എല്ലാ ജീവിത വർത്തനങ്ങളിലും ഞാൻ മരിച്ചാൽ സ്വർഗാർഹനായിരിക്കും എന്നുള്ള ഒരു ഉള്ളറിവ് ഉള്ളതോടൊപ്പമാണ്. പക്ഷെ എന്നിട്ടും ഏതായാലും സ്വർഗത്തിലാണല്ലോ ഞാൻ, ഇനി എന്തിനി എന്ന് ആലോചിച്ചില്ല. പിന്നെയോ ഇതാണ് അവരുടെ പിന്നീടുണ്ടായ നാളുകൾ നമ്മൾ വായിക്കുന്നത്. അത് കേവലം രണഭൂമിയിലല്ല, ഏറ്റവും രക്തസിക്തവും സാഹസവുമായ സാഹചര്യം രണഭൂമിയാണ്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അതില്ല എങ്കിൽ പഠനത്തിൻ്റെ വിഷയത്തിലും ആരാധനകളുടെ വിഷയത്തിലുമൊക്കെ ഇപ്പം ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്റുകളുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 തവണ ചെല്ലണം എന്ന് പറഞ്ഞില്ലേ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലീനെയും ഫാത്തിമയെയും റളിയല്ലാഹു അൻഹുമ പഠിപ്പിച്ചാണ്. അവരുടെ കിടക്കയിൽ ചെന്നിരുന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ആ ദുആ കേട്ടതിന് ശേഷം, ഈ ദിക്ർ കേട്ടതിന് ശേഷം, സിഫീനിൻ്റെ രാവിൽ പോലും ഞാനത് ഒഴിവാക്കിയിട്ടില്ല എന്ന് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു ഓർത്ത് പറയണമെങ്കിൽ, സിഫീൻ എന്ന് പറഞ്ഞെങ്കിൽ അലി റളിയല്ലാഹു തആല അൻഹു തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ചടുലമായി പരീക്ഷിക്കപ്പെട്ട മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു വലിയ ഫിത്നയുടെ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അലീനെ പോലുള്ള ഒരു മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും താങ്ങുന്നൊരു വിഷയമല്ല ഈ ആഭ്യന്തര പരീക്ഷണം എന്ന് പറഞ്ഞാൽ, ഫിത്ന എന്ന് പറഞ്ഞാൽ. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വസിയ്യത്ത് ഓർത്ത് അമലെടുത്ത അലി, അപ്പോഴൊക്കെ പ്രായം വളഞ്ഞ അവസ്ഥയിലല്ല, വടിയിൽ ഊന്നിയ അവസ്ഥയിലല്ല, മുടി നരച്ച് തൊലി ചുളിഞ്ഞ് അങ്ങനെയുള്ളൊരവസ്ഥയിലല്ല. പിന്നെയോ യൗവനത്തിൻ്റെ പൗരുഷത്തിൻ്റെ ആ നല്ല പ്രസരിപ്പുള്ള ഓട്ടമുള്ള ചുറുചുറുക്കിൻ്റെ ആ ഒരു നാളുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് അലീൻ്റെ വിഷയത്തിൽ ചില ഉദാഹരണങ്ങൾ ഇന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇനി അലിയല്ലാത്ത അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, സിദ്ദീഖുൽ ഉമ്മ, ഈ ഉമ്മത്തിൻ്റെ സിദ്ദീഖ്, 37 വയസ്സുകാരനാണ് തിരുസവിധത്തിൽ അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിക്കുമ്പോൾ. ആ 37 മുതൽ അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിച്ചതിൻ്റെ അന്ന് മുതൽ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിന് വേണ്ടിയുള്ള പ്രവർത്തനം. ദാറുൽ അർക്കമിലേക്ക് മുസ്ലിമീങ്ങൾ പ്രവേശിക്കുക എന്ന് പറഞ്ഞെങ്കിൽ എപ്പോഴാണ്? അൽ അർക്കം ഇബ്നു അബിൽ അർക്കം അൽ മഖ്സൂമി ഇസ്ലാം ആശ്രയിച്ചിട്ടല്ലേ ദാറുൽ അർക്കം. മുസ്ലിമീങ്ങളുടെ ദഅവത്ത് അത് സ്വകാര്യമായി മാത്രം നടക്കാൻ ഒരു അടിയന്തരാവസ്ഥ പോലെ മക്ക മാറിയ സന്ദർഭം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രഹസ്യമായി ആളുകളെ ദീൻ അറിയിക്കാൻ ഒരു കേന്ദ്രം വേണം. അതിന് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വീട് പറ്റൂല, മറ്റ് ഏതെങ്കിലും ഒരു സഹാബിയുടെ വീട് പറ്റൂല. കാരണം അതൊക്കെ ഖുറൈശികളുടെ നോട്ടസ്ഥലാണ്. പക്ഷേ ഇസ്ലാമിനോട് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ള ഒരാളുടെ ഒരു ഗോത്രക്കാരുടെ വീട് വേണം. അബൂജഹലിൻ്റെ ഗോത്രം ഏതാ? ഇക്രിമയുടെ ഗോത്രം ഏതാ? അത് ബനു മഖ്സൂമാണ്. അവർ മഖ്സൂമികളാണ്. അപ്പോൾ ബനു മഖ്സൂമിൽ നിന്ന് അൽ അർക്കം ഇബ്നു അബിൽ അർക്കമിനെ ദഅവത്ത് നടത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് അൽ അർക്കം ഇബ്നു അബിൽ അർക്കം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു മദ്ഊൻ, ഇങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്തു? അദ്ദേഹം ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അൽ അർക്കം ഇബ്നു അബിൽ അർക്കം അൽ മഖ്സൂമിയെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നീട് ചെയ്തത്, ഈ അൽ അർക്കമിൻ്റെ സ്ഥലമായിരുന്നു ഇന്ന് നമ്മൾ സഅയ് ചെയ്യുമ്പോൾ സഫ മലയല്ലേ, സഫ, ആ സഫയും അതിൻ്റെ പരിസരവും, സഫ മലയുടെ പരിസരം, സഫയിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ വലത് ഭാഗം അത് അൽ അർക്കമിൻ്റെ സ്ഥലമായിരുന്നു. അവിടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്. അതായിരുന്നു മുസ്ലിമീങ്ങളുടെ ദഅവത്തിൻ്റെ കേന്ദ്രം. ആ കേന്ദ്രം ആരുടെ അധ്വാനമാണ്? ആ കേന്ദ്രത്തിൻ്റെ ഉടമ അൽ അർക്കം ഇബ്നു അബിൽ അർക്കം അൽ മഖ്സൂമി ആരുടെ പ്രബോധനത്തിൻ്റെ
വിജയമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ പ്രബോധനത്തിന് വിജയം. ഞാൻ അൽ അശറത്തുൽ മുബശ്ശറ 10 പേരെ എണ്ണി. അതിൽ 6 പേരെയും ദഅവത്ത് നടത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 6 പേരെ. അദ്ദേഹത്തിൻ്റെ ഒരു അള്ളാഹുവിൻ്റെ ഫضലിനാലുള്ള കൈപുണ്യം, അദ്ദേഹത്തിൻ്റെ ആ ഒരു സേവനം, തൻ്റേതെല്ലാം അദ്ദേഹം ദീനിനു വേണ്ടി ത്യജിച്ചു. എല്ലാം. വസയുജന്നബുഹൽ അത്ഖ അല്ലദീ യുഅ്തി മാലഹു യതസക്ക വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല വലസൗഫ യർദ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സിദ്ദീഖുൽ ഉമ്മ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വിഷയത്തിലാണ്. അദ്ദേഹം കയ്യും മെയ്യും മറന്നായിരുന്നു ചെലവഴിച്ച. അതും ഇസ്ലാം ആശ്ലേഷിച്ച ഈ ദരിദ്ര ജനങ്ങൾ, അടിമകൾ. ഞാൻ സൂറത്തുർ റൂമിൻ്റെ തഫ്സീർ വായിക്കുമ്പം സിന്നീറ അല്ലെങ്കിൽ സുന്നൈറ റൂമിയെ വായിച്ചു. സുന്നൈറ എന്ന് പറഞ്ഞൊരു പെണ്ണ്, മക്കയിൽ. അവർ റൂമിയത്താണ്, റോമക്കാരി. ഒരടിമയായി മക്കയിൽ വിൽക്കപ്പെട്ടവരാണ്. ഇസ്ലാം ആശ്ലേഷിച്ചതിൻ്റെ പേരിൽ ആ മഹദി ഏറെ ദ്രോഹിക്കപ്പെട്ടു. അവരുടെ കണ്ണിൻ്റെ കാഴ്ച കെട്ടു പോയി. അവരുടെ യജമാന്മാർ പറഞ്ഞു, ലാത്തയുടെയും ഉസ്സയുടെയും കുരുത്തക്കേട് ബാധിച്ചതാണ് കണ്ണിൻ്റെ കാഴ്ച പോകാനെന്ന്. അപ്പോൾ മൗലാത്തായിട്ടും അടിമപ്പെണ്ണായിട്ടും അവർ പറഞ്ഞു, ലാത്തയും ഉസ്സയും ഒട്ടും ഉപകരിക്കുകയോ ഒന്നും ഉപദ്രവിക്കുകയോ ചെയ്യാത്ത ഒരു കഴിവില്ലാത്തവരാണ് എന്ന്. ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹദിയുടെ കാഴ്ച അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു നൽകി. അവരുടെ കറാമത്ത്, അവരുടെ കാഴ്ച കിട്ടി. ഈ സുന്നൈറ പീഡിപ്പിക്കപ്പെടുന്ന വിവരം അറിഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ അവരുടെ മോചനദ്രവ്യം നൽകി വാങ്ങി മോചിപ്പിച്ചത് എന്നുള്ളത് ചരിത്രം. അത് ബിലാലിൻ്റെയും ആമിർ ഇബ്നു ഫുഹൈറയുടെയും അസ്മാ ബിന്തു ഉബൈസിൻ്റെയും ഇങ്ങനെ തുടങ്ങി പലരുടെയും ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ത്യാഗത്തിൻ്റെ, സേവനത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. പിൽക്കാലത്ത് ഉമർ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിൽ ചിലർ ചർച്ച നടത്തി, അബൂബക്കറാണോ ശ്രേഷ്ഠൻ അതല്ല ഉമറാണോ ശ്രേഷ്ഠൻ? കാരണം ഉമർ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിൽ അമീറുൽ മുഅ്മിനീൻ ഉമർ ആരാ? ഏറെ എളികൊട്ടു, ശ്രദ്ധാലുവായി. യാ മൻ റഅ ഉമറ തക്സൂഹു ബുർദതുഹു വസൈതു ഉദുമുല്ലഹു വൽകൂഖു മഅവാഹു യഹ്തസ്സു കിസ്റ അലാ കുർസിയിഹി ഫറഖ മിൻ ബഅസിഹി വമുലൂകുർ റൂമി തഖ്ശാഹു. ഉമർ, യാ മൻ റഅ ഉമറ, ഉമറിനെ കാണുന്ന മനുഷ്യ. തക്സൂഹു ബുർദതുഹു, ഉമറിൻ്റെ വസ്ത്രം ഉമറിൻ്റെ ബുർദയാണ്, പുതപ്പാണ്. വസൈതു ഉദുമുല്ലഹു, ഉമർ ഭക്ഷണം കഴിയുമ്പോൾ കൂട്ടാൻ ഓയിലാണ്. വൽകൂഖ് മഅവാഹു, ഉമറിന് അന്തി ഉറങ്ങാൻ ഒരു കൂഖാണ്. കൂഖ് എന്ന് പറഞ്ഞാൽ ചെറ്റക്കുടിൽ. പക്ഷേ തഹ്തസ്സു കിസ്റ അലാ കുർസിയിഹി ഫറഖ, ഉമറിനെ കേൾക്കുമ്പോൾ കിസ്റ, ഖുസ്റു ഇബ്നു പർവേസ്, പേർഷ്യയുടെ രാജാവ് ഖുസ്റു അല്ലെങ്കിൽ കിസ്റ, ഉമറിനെ കേൾക്കുമ്പോൾ പേടിക്കുമായിരുന്നു. വമുലൂകുർ റൂം തഖ്ശാഹു, റോമൻ്റെ രാജാക്കന്മാരും ഉമറിനെ ഭയക്കുമായിരുന്നു. അതാണ് ഉമർ. അത്ര സ്ഥാനവും ഉയർച്ചയും പ്രസിദ്ധിയുമുള്ള ഉമർ റളിയല്ലാഹു തആല അൻഹു. ഇവിടെ അമീറുൽ മുഅ്മിനീൻ ആയിരിക്കും ചിലർ. അമീറുൽ മുഅ്മിനീൻ ഉമറാണോ അതല്ല അബൂബക്കറാണോ ശ്രേഷ്ഠർ ഉമറുടെ ഖിലാഫത്തിൽ? ചിലരുടെ താരതമ്യം. അപ്പം എന്താ ഉമർ പറഞ്ഞത് അറിയും? ലലൈലത്തും മിൻ അബീബക്കർ ഖൈറും മിൻ ആലി ഉമർ എന്നാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു രാത്രി, ഇസ്ലാമിലെ ഒരു രാത്രി, അത് ആലു ഉമർ, ഉമറിൻ്റെ കുടുംബം മുഴുവൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ നന്മകൾ, പുണ്യങ്ങൾ, സേവനങ്ങൾ, ധർമ്മങ്ങൾ അതിനേക്കാൾ മികച്ചതാണ് ഒരൊറ്റ രാത്രി അബൂബക്കറിൻ്റേത് എന്നാണ് ഉമർ പറഞ്ഞത്. ഉമറിൻ്റെ കണ്ണുകൾ കരഞ്ഞു, നനഞ്ഞു. അദ്ദേഹം വികാരഭരിതമായി. ആളുകളുടെ ഈ ഒരു സാധർമ്മ്യത്തിൽ
എങ്ങനെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഉമറിനോട് താരതമ്യപ്പെടുത്തി അല്ലെങ്കിൽ ശ്രേഷ്ഠപ്പെടുത്തും? ഏതാ ആ രാത്രി? എന്നിട്ട് ഉമർ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഹിജറ പുറപ്പെട്ട രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സൗർമല കയറിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. സൗർമല കയറുമ്പോൾ എന്താ അവസ്ഥ? ഇന്ന് കയറാൻ എത്ര സാഹസപ്പെടണം? ഇന്ന് ആളുകൾ നടന്നും വഴി തരപ്പെടുത്തിയൊക്കെ ഉഷാറാണ്. അന്നൊന്ന് ആലോചിച്ച് നോക്കൂ, ഞങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് സൗർമല കയറാൻ നമ്മൾ സാഹസമാണ്, പ്രയാസമാണ്. എത്ര ടൈം എടുക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഈ സൗർമല കയറി സൗറിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഓടും, പിന്നെ കുറെ പിന്നിലേക്ക് ഓടും, ഇടതും വലതും ഒക്കെ ഓടും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അബൂബക്കർ അങ്ങേക്ക് എന്തു പറ്റി? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ മുന്നിലും പിന്നിലും ഒക്കെ ആയിട്ട് ഓടുന്നത്? പറയാണ്, റസൂലേ, ഞാൻ റസ്ദിനെ ഓർക്കും. റസ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിയിരിക്കുന്ന വല്ല ശത്രുവുമുണ്ടോ മുന്നിൽ, അവിടെ വല്ല ശത്രു ഉണ്ടോ നോക്കാനാണ് ഞാൻ മുന്നിലേക്ക് പായുന്നത്. ഞാൻ തലബിനെ ഓർക്കും. തലബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്വേഷിച്ച് വരുന്ന വല്ല ശത്രു ഉണ്ടോ എന്ന് ഓർക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നിലേക്ക് പായുന്നത്. ഞാൻ കെമീൻ, അതിനെ ഓർക്കും. കെമീൻ എന്ന് പറഞ്ഞാൽ ഒളിപ്പോരാളികൾ, വലത് ഇടത് ഭാഗങ്ങളിൽ വല്ല ഒളിപ്പോരാളികളുണ്ടോ എന്ന് നോക്കും. അപ്പോഴാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് എന്ന് പറഞ്ഞ് ആ മല കയറുന്നതെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അന്ന് സൗർ മല കയറുന്നത് കല്ല് പാകി, ചീളൻ കല്ലുകൾ നടക്കാൻ പ്രയാസം സൃഷ്ടിക്കുമാറാണ് സൗർമല ഉള്ളത്. അതിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ പായുന്നതെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവസാനം മലമുകളിലെത്തി സൗർ എന്ന ആ കുഴിയിലേക്ക് ഇറങ്ങുമ്പോൾ റസൂലുള്ളാഹിനോട് പറയാണ്, അലാരിസിലേക്ക് നിങ്ങൾ നിൽക്കി. എന്തിന്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇറങ്ങിയിട്ട് ആ കുഴിയിൽ വല്ല അപകടങ്ങളും ഉണ്ടോ എന്ന് നോക്കി പിന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇറക്കുന്നത്. ഉമർ ഈ ലൈലത്തിനെ കുറിച്ചാണ് പറയുന്നത്, ലൈലത്തുൻ മിൻ അബീബക്കർ ഖൈറും മിൻ ആലി ഉമർ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്താണ് അവരുടെ സേവനങ്ങൾ, അവരുടെ ഖിദ്മത്തുകൾ. അബൂബക്കർ റളിയല്ലാഹു തആലയുടെ ചരിത്രത്തിൽ ഓരോ സംഭവങ്ങൾ നമ്മൾ ഇവിടെ എണ്ണിയ ഈ ഓരോ ആളുകളുടെയും ഇസ്ലാം ആശ്ലേഷം അത് അവരുടെ യൗവനത്തിൻ്റെ തുടക്കത്തിൽ. പക്ഷേ അതിനപ്പുറം അവർ ഇസ്ലാമിൽ ചെയ്ത ത്യാഗങ്ങൾ, സംഭാവനകൾ. സഈദ് ഇബ്നു സെയ്ദ്, തൽഹത്ത് ഇബ്നു ഉബൈദില്ല, രണ്ടുപേരും. സഈദ് ഇബ്നു സെയ്ദ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാൾ. തൽഹത്ത് ഇബ്നു ഉബൈദില്ല നമ്മൾ പറഞ്ഞു 11-ാം വയസ്സാണ് അദ്ദേഹത്തിൻ്റെത് ഇസ്ലാമിലേക്ക് വരുമ്പോൾ രേഖപ്പെടുത്തപ്പെട്ടത്. സഈദ് ഇബ്നു സെയ്ദ് അദ്ദേഹം 17 വയസ്സിൽ അല്ലെങ്കിൽ 19 വയസ്സിൽ ഇസ്ലാമിലേക്ക് വന്നു. സഈദ് ഇബ്നു സെയ്ദ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അളിയൻ. സഈദ് ഇബ്നു സെയ്ദ് അൽ അദവിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ റളിയല്ലാഹുവിൻ്റെ പെങ്ങൾ ഫാത്തിമയെയാണ് ഈ സഈദ് കല്യാണം കഴിച്ചത്. ഇസ്ലാം ആശ്ലേഷിച്ച നാൾ മുതൽ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ ദ്രോഹിച്ചത് ചരിത്രത്തിൽ വായിക്കും. അദ്ദേഹത്തെ ബന്ധനത്തിലാക്കിയിട്ടായിരുന്നു ഉമർ അദ്ദേഹത്തെ അളിയനെ ദ്രോഹിച്ചിരുന്നത് എന്നുള്ളത് ചരിത്രം. ബദർ യുദ്ധം നടക്കുമ്പോൾ, ബദർ യുദ്ധ ദിനം സഈദ് ബിൻ സെയ്ദും തൽഹത്ത് ബിൻ ഉബൈദില്ലയും, തൽഹത്ത് ബിൻ ഉബൈദില്ല സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത റിപ്പോർട്ട് ഈ നമ്പറല്ലേ, 11-ാം വയസ്സിൽ വന്ന ആൾ. ഇവർ രണ്ടാളും ബദർ യുദ്ധ ദിനം ബദറിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സമുദ്ര മാർഗേണ ഖുറൈശികളുടെ ചലനം നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അയച്ചതായിരുന്നു ഇവർ രണ്ടുപേരെയും. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് പുറപ്പെട്ടത് യുദ്ധത്തിനല്ല, പിന്നെയോ അബൂ സുഫിയാൻ്റെ കച്ചവട സംഘം ഷാമിലേക്ക് പോയപ്പോൾ അതിനെ നിരീക്ഷിക്കാനാണ്.
പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിടുത്തം കൊടുക്കാതെ അബൂ സുഫിയാനും കൂട്ടരും പോയി. പിന്നെ മടക്കത്തിൽ ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അബൂ സുഫിയാൻ്റെയും കൂട്ടരുടെയും മടക്കം കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, പുറപ്പെടുന്നത്. പക്ഷേ അബൂ സുഫിയാനും കൂട്ടരും സമുദ്രമാർഗ്ഗേന വീണ്ടും രക്ഷപ്പെട്ടു. പിന്നെ ഇതൊരു യുദ്ധമായിട്ട് കലാശിച്ചു. എന്താ, അബൂ സുഫിയാൻ വിവരം കൊടുത്തു മക്കക്കാർക്ക്, ഇങ്ങനെ മുഹമ്മദും കൂട്ടരും സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടിട്ടുണ്ട് ബദറിലേക്ക് വരാൻ. അങ്ങനെയാണ് അബൂജഹലിന്റെ നേതൃത്വത്തിൽ അഹങ്കാരപ്പട യുദ്ധസന്നാഹത്തിൽ വരുന്നത്. ഖുറൈശികളുടെ ഈ ചലനങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയും തൽഹത്ത് ബിൻ ഉബൈദില്ലയെയും അയച്ചതായിരുന്നു. ഇവർ രണ്ടുപേരും അവരുടെ നിരീക്ഷണം കഴിഞ്ഞിട്ട് മദീനയിലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ബദറിലേക്ക് പോയിട്ടുണ്ട്. ഇവർ വിവാഹമോചനം നടത്തി അവരുടെ യുദ്ധ കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ വിവാഹം കഴിക്കാം എന്ന് വരെ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു നോക്കൂ, നിങ്ങൾ എന്താ പറഞ്ഞത്, നിങ്ങൾ എനിക്ക് സൂക്ക് കാണിച്ചു തന്നാൽ മതി, അങ്ങാടി. സഅദ് ബിൻ റബീഇന് വേണ്ടി അദ്ദേഹം നന്നായി ദുആ ചെയ്തു. സൂക്ക് കണ്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു പോയി. ആദ്യ ദിനം സൂക്കിൽ ഇടപാട് നടത്തി, ഒന്നുമില്ല. പോയിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം ഈ അഖീത്ത് പാൽക്കട്ടിയും അതേപോലെ തന്നെ പിന്നെ ചില ഭക്ഷ്യവസ്തുക്കളും വാങ്ങി വന്നു എന്നാണ്. ഇടപാട് നടത്തിയിട്ട് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ വരുമാനം അതാണ്. കുറച്ച് പാൽക്കട്ടിയും ചില ഭക്ഷ്യവസ്തുക്കളും അദ്ദേഹം അതേറ്റ് വന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം വരുമ്പോണ്ട് മുഖത്ത് ചമയങ്ങളുടെ ഒരു അടയാളം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ കണ്ട മഹിയം മഹിയം അത്ഭുതത്തിൽ ഇതെന്താണെന്ന് ചോദിക്കുകയാണ്. മാഹിയ അല്ലെങ്കിൽ മാഹാദാന്ന് ചോദിക്കുന്നത് പറയാം മഹിയം അത്ഭുതത്തിൽ. കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്ത് ചില ചമയങ്ങളുടെ അടയാളങ്ങൾ. ഈ വർണ്ണങ്ങളൊക്കെ പെണ്ണുങ്ങൾക്കല്ലേ, ആണുങ്ങൾക്കില്ലല്ലോ. പക്ഷെ അദ്ദേഹത്തിൻ്റെ കവിളിലൊക്കെ ഇങ്ങനെ ഈ കളറ് കണ്ടപ്പോൾ മഹിയം. അപ്പോൾ അദ്ദേഹം പറയുന്നത്, റസൂലെ ഞാൻ തസവ്വജ്തു, ഞാൻ വിവാഹം കഴിച്ചു. സഅദ് ബിൻ റബീഇൻ്റെ ഭാര്യനെ അദ്ദേഹം സ്വീകരിച്ചില്ല. അദ്ദേഹം സൂക്കിൽ ചെന്ന് അധ്വാനിച്ചിട്ട് സമ്പാദിച്ചിട്ട് കല്യാണം കഴിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ അവർക്ക് മഹർ കൊടുത്തത്? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, പിന്നെ ഒരു തൂക്കം സ്വർണ്ണമാണ് കൊടുത്തതെന്ന് പറയുന്നത്. ഞാൻ വിവാഹം കഴിച്ചു. അപ്പോൾ അപ്പോഴാണ് റസൂൽ പറഞ്ഞത്, ഔലി വലോ ബിഷാത്ത്, ഒരാടിനെ അറുത്തിട്ടെങ്കിലും വലീമ നൽകാൻ പറഞ്ഞത് അവിടെയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു നോക്കണം, ഹിജ്റ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥയാണ്. ശൂന്യ കൈകളുമായിട്ട് ഹിജ്റ വന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അദ്ദേഹത്തിൻ്റെ അധ്വാനങ്ങൾ, പരിശ്രമങ്ങൾ, പിൽക്കാലത്ത് അദ്ദേഹം ആരായി? സഹാബികളിൽ അദ്ദേഹം വലിയ ധനികനായി മാറി. ആ സമ്പത്ത് മുഴുവൻ നോക്കണം, ഈ ആയുസ്സിൽ അദ്ദേഹം വിനിയോഗിച്ചത് ആർക്ക് വേണ്ടിയാണ്? അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ 40,000 ദിർഹം അദ്ദേഹം ദാനം ചെയ്ത ചരിത്രമുണ്ട്. 500 കുതിരകളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആളുകൾക്ക് ജിഹാദിനും ഹജ്ജിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സബീൽ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലുണ്ട്. വേറെ 500 കുതിരകളല്ലാത്ത റാഹിലത്തുകൾ, വാഹനങ്ങൾ, അദ്ദേഹം ഒട്ടകങ്ങളും മറ്റൊക്കെ അദ്ദേഹം സബീലായി നൽകിയ ചരിത്രമുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒരു വീട് വിറ്റു. ആ വീടിന് 40,000 പണം, അതിനാണ് അദ്ദേഹത്തിൻ്റെ വീട് വിറ്റത്. അത്രമേൽ അദ്ദേഹം എന്ത് ചെയ്തു? കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കും തോറും ഏറിയിടും. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു യർബു സദഖാത്ത്, ദാനധർമ്മങ്ങളെ അള്ളാഹു പോഷിപ്പിക്കും, വളർത്തും. യംഹഖുല്ലാഹു റിബ, പലിശയെ അള്ളാഹുക്ക് എടുത്തു. പക്ഷേ വയർബു സദഖാത്ത്, ദാനധർമ്മങ്ങളെ അള്ളാഹു പോഷിപ്പിക്കും, വർദ്ധിപ്പിക്കും ചെയ്തു. കയ്യും മെയ്യും മറന്ന് നൽകുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് അദ്ദേഹത്തിന് സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന ഒരു പരീക്ഷണം വന്നു. പക്ഷെ അദ്ദേഹം ആ പരീക്ഷണത്തിൽ പതിതമായില്ല. 40,000 പണത്തിന് തൻ്റെ വീട് വിറ്റപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗോത്രം ബനു സുഹറയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അസ് സുഹരിയാണ്. ബനു സുഹറ ആരാ ഗോത്ര? ബനു സുഹറയിൽ ആരാ പ്രസിദ്ധ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മാൻ്റെ കുടുംബമാണ്. ആമിന ബിന്ത് വഹബ് സുഹരി.
സുഹ്റ ഇബിനു കിലാബ് ബിനു മുറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പന്മാരിൽ കിലാബ് ബിൻ മുറയിലാണ് ഉമ്മൻ്റെ കുടുംബം കണ്ണി ചേരുന്നത്. അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ കുടുംബവും വാപ്പാരും കണ്ണി ചേരുന്നത് കിലാബ് ബിൻ മുറയിലാണ്. ഏതായാലും ഈ ബനൂ സുഹ്റയിലെ സാധുക്കൾക്ക് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഇതിൽ നിന്ന് ദാനം ചെയ്തു, ഈ 40,000 പണത്തിൽ നിന്ന്. പിന്നെ മുഹാജിറുകളിലെ ഫുഖറാക്കൾക്ക് അദ്ദേഹം ദാനം ചെയ്തു. മിസ്വർ ഇബ്നു മഖ്റമ അസ്സുഹ്രി, അബ്ദുറഹ്മാൻ ഔഫിൻ്റെ കുടുംബക്കാരൻ, ഇതിലൊരു വലിയ അളവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. ഈ 40,000-ൻ്റെ വലിയൊരളവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർക്ക് കൊണ്ടുവരികയാണ്. അതിലൊരു വിഹിതം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ മിസ്വർ ഇബ്നു മഖ്റമയോട് ചോദിക്കുകയാണ്, മിസ്വർ ഇത് എവിടുന്നാണ്? പറയുന്നത്, ഇത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് നിങ്ങൾക്ക് തന്നയച്ചതാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ തിരുദൂതരെ ഓർത്തു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അമാ ഇന്നഹു ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അമാ ഇന്നഹു ലാ യഹ്നു അലൈക്കും ഇല്ല സാബിറൂൻ സഖല്ലാഹു അബ്ദുറഹ്മാന മിൻ സൽസബീലിൽ ജന്ന. റസൂലുള്ളാഹി ഫാത്താനിൻ്റെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കു നേരെ അനുകമ്പയോടുകൂടിയ അനുനയത്തിൽ ക്ഷമാലുക്കൾ മാത്രമാണ് വർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് ജന്നത്തിലെ സൽസബീലിൽ നിന്ന് പാനജലം നൽകട്ടെ എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ അവിടെ വെച്ച് ദുആ ചെയ്തു എന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർക്ക്, വിശ്വാസികളുടെ മാതാക്കൾക്ക് വലിയ ഒരളവാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ദാനം ചെയ്തത് എന്നുള്ളതാണ് ചരിത്രം. ഇതൊക്കെ അവരുടെ പുരുഷായുസിൻ്റെ ഏത് തലത്തിൽ, ഏത് ഘട്ടത്തിൽ, അതുകൂടി നമ്മൾ ഇവിടെ ആലോചിക്കേണ്ടതുണ്ട്. നമ്മളുടെ നേതാക്കന്മാർ ഇവരാണ്. ഇവരുടെ പിന്നിലാണ് നമുക്ക് അവിടെ വരി നിൽക്കാനുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തിരുദൂതരെ തുടർന്ന് സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അംബിയ മുർസലീങ്ങളുടെയും ഈ പുണ്യാളന്മാരുടെയൊക്കെ സ്വർഗപ്രവേശനത്തിന് ശേഷം ഇവരെ അനുധാവനം ചെയ്തവർക്കും അനുകരിച്ചവർക്കുമാണ് അവരുടെ പിന്നാലെ ആ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ളത്. അവരൊക്കെ അവരുടെ ആയുസ്സിൻ്റെ ആ നല്ല കാലത്ത് ഇതുപോലത്തെ സാഹസങ്ങൾ, ത്യാഗങ്ങൾ കാഴ്ചവെച്ചിട്ടെങ്കിൽ അവരുടെ പിന്നാലെ ആ സ്വർഗത്തിലേക്ക് കാലൂന്നാൻ നമ്മളൊക്കെ എന്ത് ചെയ്തു, എന്തു കൊടുത്തു, ഇതൊക്കെ നമ്മളിവിടെ ശരിക്ക് ആലോചിക്കേണ്ട വിഷയമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായ അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൻ്റെ ഒടുവിൽ അദ്ദേഹം പറയുന്ന ഒരു വിഷയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശേഷം ആര് ഖലീഫ എന്നുള്ളൊരു വിഷയം വന്നപ്പോൾ അദ്ദേഹം പറയാണ്, അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹിനെ ഞാൻ എൻ്റെ ഖലീഫയാക്കി നിശ്ചയിക്കുകയും നാളെ പരലോക കോടതിയിൽ അള്ളാഹു എന്നോട് എന്തിന് നിങ്ങൾ ഈ പണി ചെയ്തു, പണി അബൂ ഉബൈദയെ ഖലീഫയാക്കി താങ്കളുടെ ശേഷം എന്ന് അള്ളാഹു എന്നെ വിചാരണ ചെയ്യുകയും ചെയ്താൽ ഞാൻ അള്ളാഹുവിനോട് പരലോക കോടതിയിൽ പറയും, ഇന്നി സമീഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉബൈദത അമീനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൻ്റെ അമീനാണ്, വിശ്വസ്തനാണ് അബൂ ഉബൈദ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അബൂ ഉബൈദയെ ഖലീഫയാക്കി എന്ന് ഞാൻ അള്ളാഹിനോട് കാരണം പറയും എന്ന് ഉമർ പറയുമായിരുന്നു. അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് നമ്മൾ പറഞ്ഞില്ലേ 30. അമീനു ഹാദിഹിൽ ഉമ്മ. ആ 30ൻ്റെ പ്രായത്തിൽ നിന്നാണ് അദ്ദേഹം പിന്നീട് ദീനിന് വേണ്ടി തെളിഞ്ഞത്. അദ്ദേഹം നജറാനിലെ നസാറാക്കൾ വന്ന്
ഞങ്ങൾക്ക് ഇസ്ലാമും സുന്നത്തും പഠിപ്പിച്ചു തരാൻ ഒരാളെ വിട്ടു തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ നജ്റാനിൽ നിന്ന് വന്ന നസാറാക്കൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ ഏറ്റവും വിശ്വസ്തനായ ഒരു മെമ്പറെ വിട്ടുതരുമെന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിച്ചത് അബൂ ഉബൈദയാണ്. അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കൂടെ വിട്ടയച്ചത്. ഉമർ ഈ അബൂ ഉബൈദയാണ് തൻ്റെ വർത്തമാനത്തിൽ ഓർക്കുന്നത്. പിന്നെ ഉമർ പറയുന്ന ഒരു വിഷയം കൂട്ടിയിട്ട് ഇതോടനുബന്ധിച്ച്, അത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരല്ലെങ്കിലും യുവാക്കളായ എല്ലാവരും ഓർക്കേണ്ട ഒരു ഭാഗം എന്താ പറയുക, ഉമർ പറയാണ്, ലവിസ്തഖ്ലഫ്തു മുആദ ബിന ജബൽ, ഞാൻ എൻ്റെ ഖലീഫയാക്കിയിട്ട് മുആദ് ബിൻ ജബലിനെ നിശ്ചയിച്ചു. എന്നിട്ട് പരലോക കോടതിയിൽ ഞാൻ ചെല്ലുമ്പോൾ അള്ളാഹു എന്നോട് നിങ്ങൾ എന്തിനാണ് മുആദിനെ നിങ്ങളുടെ ഖലീഫയാക്കിയിട്ട് പിൻഗാമിയായി ഭരണാധികാരിയായിട്ട് നിശ്ചയിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ലഅന്നി സമഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേട്ടിട്ടുണ്ട്. എന്ത്? ഇന്നൽ ഉലമാ ഇദൽ തഖൗ റബ്ബഹും കാന ബൈന ഐദീഹിം റത്വതൻ ബിഹജർ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഉലമാക്കൾ, പണ്ഡിതന്മാർ നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ആ പണ്ഡിതന്മാരുടെ മുന്നിൽ കല്ലെറിഞ്ഞാലുള്ള ദൂരം അവരെ നയിക്കുന്നവനായി മുആദ് ബിൻ ജബൽ അള്ളാഹുവിങ്കലേക്ക്, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ട്. ഉലമാക്കൾ, ഈ മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിത കേസരികൾ പരലോക കോടതിയിലേക്ക് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് വിചാരണക്ക് ആനയിക്കപ്പെടുമ്പോൾ ആ പണ്ഡിതന്മാരുടെ മുന്നിലല്ല, പിന്നെയോ മുന്നിൽ കല്ലെറിഞ്ഞാലെത്തുന്ന ദൂരം ഈ പണ്ഡിതന്മാരെ നയിക്കുന്ന ആൾ മുആദ് ബിൻ ജബലായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുആദിനെ ഖലീഫയാക്കിയതെന്ന് ഞാൻ അള്ളാഹുവിനോട് പറയുമെന്നാണ് ഉമർ പറയുന്നത്. മുആദ് റളിയല്ലാഹു തആല അൻഹു ഈ ദുനിയാവിൽ നിന്ന് യാത്രയാകും. അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രയും? 33 വയസ്സ്. ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ ഷാമിൽ അദ്ദേഹം അവിടെ പടർന്ന ഒരു പകർച്ചവ്യാധിയുടെ ഇരയായി ഷഹീദാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് 33. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബൈഅത്ത് ചെയ്ത് ഇസ്ലാം ആശ്ലേഷിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ വയസ്സ് 16 വളരെ ചെറുപ്പത്തിൽ ഇസ്ലാം ആശ്ലേഷിച്ച ബദർ അഖബയിൽ പങ്കെടുത്തവരിൽ ഏറെ പ്രായം കുറഞ്ഞ, ബദർ യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ വയസ്സ് 18 എന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്ന അതിനേക്കാൾ കുറവായിരിക്കും അദ്ദേഹത്തിൻ്റെ അഖബയുടെ സാന്നിധ്യം. മുആദ് ബിൻ ജബൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അഅലമു ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാം, എൻ്റെ ഉമ്മത്തികളിൽ ഹലാൽ ഹറാം വിഷയങ്ങളിൽ ഏറ്റവും അറിവുള്ള വ്യക്തി മുആദ് ബിൻ ജബൽ. മുആദ് ബിൻ ജബലാകുന്നു. 33 വയസ്സിൽ ഉമറിൻ്റെ ഖിലാഫത്തിൽ അദ്ദേഹം മരണപ്പെടുകയാണ്. ഉമറിൻ്റെ ഖിലാഫത്ത് 10 വർഷം. അതിനു മുമ്പ് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ 2 വർഷവും മാസങ്ങളും. അതിനു മുമ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അദ്ദേഹം എത്ര ചെറുപ്രായക്കാരൻ, പക്ഷേ അദ്ദേഹത്തിന് തൻ്റെ ജീവിതം, അതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ ധർമ്മം, അതിൻ്റെ കടപ്പാട്, ബാധ്യത എന്തൊക്കെ എന്നുള്ളത് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അത് കാരണത്താൽ തന്നെ അദ്ദേഹം ഇவ்விധം ധാർമ്മികമായി, വൈജ്ഞാനികമായി, ആദർശപരമായി പോഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അദ്ദേഹത്തിൻ്റെ ഒരു സങ്കടത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ചരിത്രം അദ്ദേഹത്തെ റസൂലുള്ളാഹി യമനിലേക്ക് യാത്ര അയക്കാണ്. യമനിലേക്ക് യാത്ര അയക്കുമ്പോൾ അദ്ദേഹത്തെ അവിടത്തേക്ക് പണ്ഡിതനാക്കി, ദീൻ പഠിപ്പിക്കാനുള്ള ആളാക്കി, ഖുർആൻ മുആദ് ബിൻ ജബലിൽ നിന്ന് സ്വീകരിക്കണം എന്നല്ലേ, അതിനുള്ളൊക്കെ ആളാക്കിയിട്ട് പറഞ്ഞയക്കുമ്പോൾ റസൂലുള്ളാഹി പറയുന്നത്, മുആദ്,
ഇനി നിങ്ങൾ തിരിച്ചു വരുമ്പോൾ എൻ്റെ ഖബറിൻ്റെ അരികിലൂടെ ആയിരിക്കും നിങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ അവസാനത്തെ കാഴ്ചയാണ്, കൂടിക്കാഴ്ചയാണ് ദുനിയാവിൽ വെച്ച്. അപ്പം മാതൃള്ളവന് കരഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുമ്പോൾ അദ്ദേഹം ഇനി നമ്മൾ അന്ത്യനാളിൽ വെച്ചല്ലേ കാണുകയുള്ളൂ, നമ്മുടെ അവസാനത്തെ കാഴ്ചയല്ലേ എന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടം പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, ജസഅ, അക്ഷമ പാടില്ല, അൽ ജസഅ മിന ശൈത്താൻ, അക്ഷമ ശൈത്താനിൽ നിന്നാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേട്ടനുസരിച്ച് ഭാരിക്കുന്ന കാൽവെപ്പുകളിൽ അദ്ദേഹം പോവുക ചെയ്ത്. അദ്ദേഹത്തിന് ആ യാത്രയിൽ ഇവിടെ തിരുവിയോഗം നടക്കും, അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ അവസാന സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുറ്റിപ്പറ്റി ഉണ്ടാകണം എന്ന വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം നിറഞ്ഞ പണ്ഡിതനാണ്, ഹലാൽ ഹറാം വിഷയങ്ങളിൽ ശരീഅത്തിൽ വലിയ ജ്ഞാനിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വ നിർവഹണത്തിന് വേണ്ടി അദ്ദേഹത്തെ ഈ ചെറുപ്രായത്തിൽ റസൂൽ നിയോഗിച്ചു. ആ ധർമ്മം അദ്ദേഹം ഭംഗിയായി യമനിൽ നിർവഹിച്ചു. പിന്നീട് അദ്ദേഹം ഷാമിലേക്ക് പോയി, അവിടെയും അത് നിർവഹിക്കുകയായിരുന്നു. ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു വിളിക്കുന്നത് വരെ. നോക്കൂ നിങ്ങൾ, ആ ചെറുപ്രായക്കാർ, ഇതാണ് നമ്മൾക്ക് മഹിത മാതൃകകൾ. ഇവരാണ് ഈ ദുനിയാവിൽ നല്ല മാതൃകകൾ തീർത്ത് യാത്രയായവർ. ഇവരാണ് നമുക്ക് ആഖിറത്തിൽ സന്ധിക്കാനും ഇവരോടൊപ്പം സഹവസിച്ച് സ്വർഗത്തിൽ ഇടം കാണാനും നമ്മൾ അന്വേഷിക്കേണ്ട മാതൃകകൾ. പക്ഷെ ഇന്നത്തെ യൗവനം ബിഉർ മഊന സംഭവത്തിൽ 70 പേർ മുസ്ലിമീങ്ങൾ ചതിയിൽ കൊല്ലപ്പെട്ട ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ 70 മുസ്ലിമീങ്ങൾ അവരുടെ ചരിത്രം വായിക്കുമ്പോൾ ഹദീസിൽ കാണാം, ബിഉർ മഊന എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു സംഘം ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ നാട്ടുകാരൊക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, അവർക്ക് ഇസ്ലാം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളെ വിട്ടു തരണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനുവേണ്ടി മദീനയിൽ നിന്ന് സെലക്ട് ചെയ്തത് 70 പേരെയാണ്. ആ 70 പേർ കാനൂ ശബാബൻ, അവരെല്ലാവരും യുവാക്കളായിരുന്നു. കാനൂ ശബാബൻ. എന്നിട്ട് അവരുടെ വിശേഷണങ്ങൾ ഹദീസിൽ കാണാം. യഖ്റഊനൽ ഖുർആൻ, ഈ ശബാബ്, ഈ യുവാക്കൾ ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. യതഅല്ലമൂന ബില്ലൈൽ, രാത്രി ഇരുന്ന് പഠിക്കുമായിരുന്നു. വയതദാറസൂനഹു, അവർ അന്യോന്യം പാഠം പുതുക്കുമായിരുന്നു. ഇവർ യഅ്തൂന ബിൽമാഇ ഫയദഊനഹു ഫിൽ മസ്ജിദ്, യഅ്തൂന ബിൽമാഇ ബിന്നഹാർ, പകലിൽ ഇവർ വെള്ളം കൊണ്ടുവരും. എന്നിട്ട് ഫയദഊനഹു ഫിൽ മസ്ജിദ്, എന്നിട്ട് അവർ ഈ പള്ളിയിൽ ഈ വെള്ളം വെക്കുമായിരുന്നു, ആളുകൾക്ക് ശുദ്ധി വരുത്താനും. ഇന്നത്തെ മാതിരി അവിടെ ജലസ്രോതസ്സുകളില്ല, പരിമിതമായ കിണറുകളും ജലസ്രോതസ്സുകളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വെള്ളം കൊണ്ടുവരേണ്ടി വരും. ഈ യുവാക്കൾ യഅ്തൂന ബിന്നഹാർ, പകലിൽ കൊണ്ടുവരൽ, ഫയദഊന ഫിൽ മസ്ജിദ്, എന്നിട്ട് പള്ളിയിൽ വെക്കും, ആളുകൾ കുടിക്കാനും അതേപോലെ തന്നെ ശുദ്ധി വരുത്താനും. വയഹ്തതിബൂൻ, ഈ യുവാക്കൾ 70 പേർ അവർ വിറക് ശേഖരിക്കുമായിരുന്നു. എന്നിട്ടോ സുമ്മ യബീഊനഹു, പിന്നീട് ആ വിറക് അവർ വിൽക്കും. വയഷ്തറൂന ബിഹി തആം, എന്നിട്ട് തങ്ങൾ വിറക് വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് അവർ ഭക്ഷണം വാങ്ങും. ആർക്ക്? ലിൽ ഫുഖറായി വലി അഹ്ലി സുഫ, ഫക്കീറന്മാർക്കും അഹ്ലു സുഫയിലുള്ളവർക്കും കൊടുക്കാൻ വേണ്ടി. 70 പേർ യുവാക്കൾ, 70 പേർ യുവാക്കൾ. അവരുടെ പണി നോക്കി, എന്താ പറയുന്നത് ഹദീസിൽ? അവർ യഖ്റഊനൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുന്നവരായിരുന്നു. യതഅല്ലമൂൻ ബില്ലൈൽ, രാത്രി പഠനം നടത്തുന്നവരായിരുന്നു, പഠിക്കുന്നവരായിരുന്നു. വയതദാറസൂനഹു, അവർ പാഠം അന്യോന്യം കേട്ടും കേൾപ്പിച്ചും പുതുക്കുന്നവരായിരുന്നു. യഅ്തൂന ബിന്നഹാരി ബിൽമാ, പകലിൽ, രാത്രി ഇങ്ങനെ പകലിൽ വെള്ളം കൊണ്ടുവരും. എന്നിട്ട് ഫയദഊനഹു ഫിൽ മസ്ജിദ്, ആളുകൾക്ക് ശുദ്ധി വരുത്താനും കുടിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അത് പള്ളിയിൽ അവർ വെക്കുമായിരുന്നു.
പിന്നെ വയഹ്തതിബൂൻ, ഇവർ വിറക് ശേഖരിക്കും, കാട്ടിൽ പോയിട്ട് വിറക് കൊണ്ടുവരും. എന്തിന്? ഈ വിറക് അവർ മാർക്കറ്റിൽ വിൽക്കും. എന്നിട്ട് അതിൻ്റെ കാശ് കൊണ്ട് യഷ്തറൂൻ അത്താം, അവർ ഭക്ഷണം വാങ്ങിയിട്ട് അത് അഹ്ലുസുഫക്കും ഫുഖറാഇന്നും. അഹ്ലുസുഫാര, അഹ്ലുസുഫ എന്ന് പറഞ്ഞാൽ മസ്ജിദുൻ നബവിയിൽ ആശ്രിതരായ ഒരു സംഘം നിർധനർ. അവർ പലായനം ചെയ്ത് മദീനയിലേക്ക് വന്നവരാണ്. പക്ഷേ മദീനയിൽ അവർക്ക് വീടില്ല, മദീനയിൽ അവർക്ക് ആശ്രിതരില്ല. അതുകൊണ്ട് തന്നെ മദീനയിൽ അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാർപ്പിച്ചത് മസ്ജിദുൻ നബവിയുടെ ഒരു മൂലയിലാണ്. അതാണ് സുഫ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ നിന്നും അതേപോലെ ഏതെങ്കിലും ആളുകളൊക്കെ കൊടുക്കുന്ന സഹായധനത്തിലായിരുന്നു അവരുടെ ഉപജീവനം. ഈ സുഫയിലുള്ളവർ ഇവർക്ക് ഭക്ഷണത്തിന് വേണ്ടി, മറ്റ് ഫുഖറാക്കൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ യുവാക്കൾ 70 പേർ കാട്ടിൽ പോയി വിറക് ശേഖരിച്ച് അത് വിറ്റ് അതിൻ്റെ കാശ് കൊണ്ട് ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുന്ന ആളുകളായിരുന്നു എന്നാണ് ഇവരെക്കുറിച്ച് പറയുന്നത്, ഈ യുവാക്കളെക്കുറിച്ച് പറയുന്നത്. ഈ 70 പേരെയാണ് റസൂലുള്ള ആ ചതിയന്മാരുടെ വാക്ക് കേട്ടിട്ട് അവരുടെ കൂടെ വിട്ടത്, അവർക്ക് ദീൻ പഠിപ്പിക്കാനെന്ന് പറഞ്ഞു. പക്ഷേ റജി അല്ലെങ്കിൽ ബിറു മഊന എന്നിടത്തെത്തിയപ്പോൾ ഈ ശത്രുക്കൾ ചതിച്ചു കൊണ്ടുപോയതാണ്. അവരെ ഇതുവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും അവരെ കൊല്ലുകയാണ് ചതിച്ചു കൊല്ലുകയാണ് ചെയ്തത്. ചിലർ മാത്രമാണ് അതിൽ രക്ഷപ്പെടുകയുണ്ട്. അത് വളരെ 1-2 പേർ രക്ഷപ്പെട്ട ചരിത്രം. യുവാക്കൾ അന്ന് നിയോഗ നാളുകളിൽ ആരായിരുന്നു എന്നുള്ളത് വായിക്കാനാണ് നമ്മുടെ ഈ ചരിത്രം. ഇതല്ലേ നമുക്ക് മഹിത മാതൃകൾ? ഇവരല്ലേ ഈ ദുനിയാവിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള പാസ് വാങ്ങിയിട്ട് യാത്രയായവർ? ഇവരല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൺകുളിർപ്പിച്ച് തിരുദൂതരുടെ ഈ ദുനിയാവിൽ നിന്ന് യാത്രയാക്കിയവർ? ഇതല്ലേ നമുക്കുള്ള മഹിത മാതൃകകൾ? എന്നിട്ടും എന്തേ മുസ്ലിമീങ്ങളിൽ പലരും വസ്ത്രത്തിൽ വിരക്തരായി, ആഭാസങ്ങളിൽ ആസക്തരായി, രതിക്രീഡകളിൽ വിരാജിക്കുന്നവരായി പല നടന്മാരെയും ഗായകന്മാരെയും മറ്റും ഒക്കെ തങ്ങളുടെ മോഡലുകളാക്കിയിട്ട് കൊണ്ടുനടക്കുന്നത്, അവരെ അനുകരിച്ചും അനുഗമിച്ചും തങ്ങളുടെ യൗവനം വിനിയോഗിക്കുന്നത്. നമ്മുടെ ഈ സച്ചരിതരുടെ 7 അരികത്ത് വഴി നടക്കാൻ യോഗ്യതയില്ലാത്ത ആളുകളാണ്. ധർമ്മനിഷ്ഠയിലാകട്ടെ, നീതിയുടെയും ന്യായത്തിൻ്റെയും വിഷയമെടുത്താലാകട്ടെ, ദാർശനികതയുടെ വിഷയത്തിലാകട്ടെ ഒക്കെ. എന്തുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക്, പ്രത്യേകിച്ച് യുവതക്ക് പിൽക്കാലങ്ങളിൽ ഒരു പതിതാവസ്ഥ വന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ മഹത്തുക്കളിലുള്ള വിരക്തിയാണ്. ഹുമുർ റിജാൽ ബി അഫ്യാഇൽ ജിഹാദി നമു വതഹ്ത സഖ്ഫിൽ മആലി വന്നദാ ഉലിദു ജിബാഹുഹും മൻഹനത് ഇല്ലാ ലിഖാലിഖിഹാ വഗൈറ മൻ അബ്ദഅൽ അക്വാന മാ ഖസദു വൽഖാതിബൂന മിനൽ അലിയായി അക്രമഹും വസ്സാബിഖൂൻ വഗൈറ അല്ലാഹി മാ അബദു എന്നൊരു കവി പറഞ്ഞില്ലേ. ഇവരാണ്, ഈ മഹത്തുക്കളാണ് നമ്മുടെ മാതൃകകൾ. നമ്മൾ ചില മഹത്തുക്കളെയാണ് എണ്ണിയത്. മഹദികളുടെ ചരിത്രം ഇതിൽ നമ്മൾ ഇതുപോലത്തെ ഉദാഹരണങ്ങൾ എണ്ണിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളൊക്കെ ചൂളിപ്പോകും. ആ മഹദികളുടെ ചരിത്രം കേൾക്കാനുള്ള യോഗ്യത നമുക്കുണ്ടായ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. അത്രമേൽ മഹിതമായ മാതൃക. അതാണ് നമ്മളുടെ സച്ചരിതരായ മുൻഗാമികളായിട്ടുള്ള മഹദികളുടെ നമുക്ക് വായിക്കാനുള്ളത്. 40-ൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുമ്പോൾ ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു തആല അൻഹ തിരുദൂതരിൽ ആദ്യം ഇസ്ലാം ആശ്ലേഷിക്കുമ്പോൾ ആ മഹദിയുടെ മാനസികവും സാമ്പത്തികവും ഒരുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിൻ്റെ ഖിദ്മത്തിൽ അനുഭവിക്കുകയും അറിയുകയും ചെയ്ത ചരിത്രം നമ്മൾ വായിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ത്യാഗങ്ങളെ
സമർപ്പണങ്ങളെ ആലോചിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാചാലമാകുമായിരുന്നു. ആ ഓർമ്മകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകൾ നിറയുമായിരുന്നു. കാനത്ത് വകാനത്ത് കാനലി മിനൽ ഔലാദ്. കാനത്ത് വകാനത്ത് എന്ന് പറഞ്ഞെങ്കിൽ എത്ര എത്ര നന്മകളുള്ള പുണ്യങ്ങളുള്ള പെണ്ണായിരുന്നു, മഹദിയായിരുന്നു ഖദീജ എന്നുള്ളത് അർത്ഥമാക്കുന്നു. വവാസത്നി ബിനഫ്സിഹ വമാലിഹ, സ്വന്തം ശരീരവും സ്വന്തം സമ്പത്തും കനിഞ്ഞ് എനിക്ക് ആശ്വാസമായി വർത്തിച്ചത് അവരാണെന്ന് പറയുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. സദ്ദഖത്നി ഹീന കദബനി അന്നാസ്, ആളുകൾ മുഴുവൻ എന്നെ കളവാക്കിയപ്പോൾ എന്നെ സത്യസന്ധനായി സ്വീകരിച്ചത് ഖദീജയാണ്. വാസത്നി ബിമാലിഹ, സ്വത്ത് നൽകി അവർ എനിക്ക് ആശ്വാസം പകർന്നു. ഹീന ഹറമനി അന്നാസ്, ഹറമനി അന്നാസ്, ജനങ്ങൾ അവരുടേതെല്ലാം എനിക്ക് തടഞ്ഞു വെച്ചപ്പോൾ ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ് കൈമൈ മറന്ന് തിരുദൂതരക്ക് കനിഞ്ഞത്. അതിൻ്റെ ചരിത്ര ഉദാഹരണം ധാരാളം. ഈ ഉമ്മത്തിൻ്റെ ആദ്യ ചരിത്രം എടുത്താൽ നബി തങ്ങൾക്ക് ഏറ്റവും വലിയ നന്മയായി വർത്തിച്ച മഹദി ഖദീജ റളിയല്ലാഹു തആല അൻഹ. ഈ ഉമ്മത്തിൻ്റെ അവസാന ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരും അതേപോലെ തന്നെ ദീനിന് ഏറ്റവും വലിയ ഖിദ്മത്തും ചെയ്ത മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വയസ്സ് എത്ര? 18 വയസ്സിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ 12ാമത്തെ വയസ്സിലാണ് റസൂലുള്ളാഹിന്റെ തിരുവിയോഗം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 18 വയസ്സാകുമ്പോഴത്തേക്ക് ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്തെല്ലാമായി. അവരുടെ യൗവനം തുടങ്ങുന്നേ ഉള്ളൂ ശരിക്കും. ഇന്നത്തെ നമ്മളുടെ ഈ ഒരു പരിപ്രേക്ഷ്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഫൈൻ അല്ലേ, പക്ഷെ അന്ന് കാലങ്ങളിൽ അങ്ങനെയല്ല. പക്ഷെ ആയിഷ റളിയല്ലാഹു തആല നോക്കുന്നില്ല. അവരുടെ സംഭാവനകൾ, അവരുടെ വിജ്ഞാനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് 2210 ഹദീസുകൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മുസ്നദായി. അത് ഹദീസുകൾ മാത്രം ഇല്ലേ. ആയിഷ റളിയല്ലാഹു അൻഹ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ഹദീസ് പിന്നെ ഉമ്മി സലമയിൽ നിന്നാണ്, 300 ചില്ലാനം. അപ്പോൾ നോക്കൂ നിങ്ങൾ, 300 2200 തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ആയിഷ റളിയല്ലാഹു തആല ഉർവ പറഞ്ഞില്ലേ, ഏറ്റവും വലിയ പണ്ഡിത, കവയത്രി, അനന്തരാവകാശ നിയമങ്ങളിൽ ജ്ഞാനമുള്ളവർ, പ്രമുഖ സഹാബികൾ വരെ ആയിഷ റളിയല്ലാഹു തആല അൻഹയോടാണ് തിട്ടം വരുത്തുക, ഉറപ്പ് വരുത്തുക. മസലകൾ, കാര്യങ്ങൾ, വലിയ മാതൃകകൾ ധാരാളം. ഏതായാലും ഞാൻ ഇവിടെ എൻ്റെ മക്കൾ ഉപസംഹരിക്കാൻ, നമ്മളുടെ ഈ ഒരു വിഷയം ഏറെ ശ്രദ്ധേയം, പഠനാർഹം. ഇതിനെ നമ്മൾ നമ്മുടെ സച്ചരിതരുടെ, ഇന്നലകളുടെ ഇതുപോലത്തെ ചരിത്രങ്ങളെ ഉദ്ധരിച്ച് നമ്മൾ ഉത്ഭുതരാകേണ്ട, നമ്മൾ ഉണരേണ്ട, നമ്മളുടെ യൗവനത്തെ നമ്മൾ ചിട്ടപ്പെടുത്തേണ്ട ഒരു മഹൽ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും എല്ലാ നന്മകളിലേക്ക് മുതവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു മജ്ലിസ് ഉപരിൽ ലോകത്തൊരു പുണ്യമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിൻ്റെ നല്ല മുറാദുകൾ നമുക്ക് നേടിത്തരുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു വഴിമാറ്റുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തിട്ട് നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു അഫുവും ആഫിയത്തും ശിഫയും കനിയുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ട് മൺമറഞ്ഞവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളോട് കനിയുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും വിശാലമാക്കി നൽകുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لهذه البلاد، بلاد الحرمين الشريفين، المملكة العربية السعودية، يمنها وأمنها ورجال أمنها. اللهم احفظ لها استقرارها. اللهم احفظ لها حدودها وثغور حدودها. اللهم احفظ لها قيادتها وعقيدتها، إنك ولي ذلك والقادر عليه. يا حي يا قيوم، يا حي يا قيوم، يا حي يا قيوم، يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد
كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا الحمد لله رب العالمين. السلام عليكم.